ഞങ്ങളൊക്കെ ആ കാലത്ത് തൊടുപുഴയിലും നെടിശാലയായിരുന്നു എൻ്റെ പഠനം ആരംഭിച്ച സമയത്ത്. അപ്പോൾ 5ാം ക്ലാസ് മുതൽ നെടിശാല സെൻറ്റ് മേരീസ് സ്കൂളിലും, പിന്നീട് 6, 7 പുറപ്പുഴ സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിലും, പിന്നീട് 8, 9, 10 ആ ഹൈസ്കൂൾ കാലം കരിങ്കുന്നത്ത് സെൻറ്റ് അഗസ്റ്റിൻസിലായിരുന്നു. അപ്പോൾ ആ കാലത്തെ ഒരു സംഭവം എനിക്ക് ഈ സമയത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അന്ന് 8ാം ക്ലാസ്സിലായിരിക്കുമ്പോൾ അറിയപ്പെടുന്ന ഒരു അധ്യാപകൻ കരിങ്കുന്നം ചന്ദ്രൻ സാർ എന്ന് പറയും. നമ്മുടെ പാട്ടുകാരൻ, പാട്ടെഴുത്തുകാരൻ. അതെ, രാജാക്കന്മാരുടെ രാജാവൊക്കെ എഴുതിയ മഹാനായ മനുഷ്യൻ. അദ്ദേഹം എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു. കരിങ്കുന്നം ചന്ദ്രൻ. അതെ, ഗ്രേറ്റ്. രാജാക്കന്മാരുടെ രാജാവ് എന്ന എക്കാലത്തെയും അതെ ഹൃദയഹാരിയായ ക്രിസ്തുവിന്റെ ഈശോയുടെ രാജ്യത്വം പ്രഘോഷിക്കുന്ന ആ മനോഹര ഗാനം എഴുതിയ, അതിനുശേഷം അത്രയ്ക്കും സുന്ദര ഒരു ഗാനരചയിതാവ് കരിങ്കുന്നം ചന്ദ്രൻ എന്ന അധ്യാപകനായിരുന്നു. ആ അധ്യാപകന്റെ ശിഷ്യനാണ് പിൽക്കാലത്ത് ഏറ്റവും ശ്രദ്ധേയമായ അനവധി ഗാനങ്ങൾ. ഓക്കെ, വളരെ നല്ലൊരു സീക്വൻസ് ആണ്. നല്ലൊരു, ഞാൻ ഇന്ന് ഓർക്കുന്നു, ഗുരുത്വം. ഞാൻ പരിത്രാണ ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിട്ടിരിക്കുമ്പോഴാണ് ഈ തിരുനാമകീർത്തനം പാടുവാൻ, അല്ലെങ്കിൽ നാവെനിക്കെന്തിന് നാഥ എന്ന ആ പാട്ട് എഴുതിയത്. അതേറെ ഹിറ്റായി കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ മണിയടിച്ച് ഒരാൾ നിൽക്കുന്നു. ഞാൻ ഓടിച്ചെന്നപ്പോൾ ചന്ദ്രൻ സാറാണ്. പാട്ടെഴുതിയ ശിഷ്യനെ തേടി വന്നു ഗുരു. മനോഹരമായ നിമിഷമുള്ളത്. എന്നെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ശിഷ്യൻ ഇത്ര നല്ലൊരു ഗാനം എഴുതിയപ്പം ഇവിടെ വന്ന് അങ്ങനെയൊന്ന് ചേർത്ത് പിടിക്കാതിരിക്കാൻ പറ്റുന്നില്ല. എന്തൊരു വലിയ ഗുരു മനസ്സാണത്. മനോഹരമായി എൻ്റെ കണ്ണ് നിറഞ്ഞു പോയ ഒരു അവസരം. മാത്രമല്ല, അന്ന് അദ്ദേഹം എനിക്ക് തന്ന ഒരു പ്രോത്സാഹനത്തിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. അദ്ദേഹത്തിന് എൻ്റെ ചാച്ചനുമായിട്ട് ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഇതിനു മുമ്പ്, ചാച്ചൻ്റെ കമ്പനിയിൽ. അപ്പം അങ്ങനെ വന്നപ്പോൾ എന്നെ അങ്ങോട്ടാണല്ലോ വരുന്നത്, അവിടെ ക്ലാസ് വെച്ച് കാണാമെന്നൊക്കെ ഒരു ഗൗരവസ്വരത്തിൽ എന്നോട് പറഞ്ഞു. അപ്പോഴേ ഈ മഹാനായ കവിയെ ഓർത്തപ്പോൾ എനിക്ക് വലിയ ആഹ്ലാദമായിരുന്നു, കാരണം സ്കൂളിൽ പോകാൻ. കാരണം അന്നും അദ്ദേഹം ഒട്ടനവധി പാട്ടുകൾ എഴുതിയിട്ടുണ്ട് അല്ലേ? ആ കാലത്ത് തന്നെയാണ് ഇതൊക്കെ എഴുതിയത്. ആ ബലച്ചൻ്റെ ലോങ് പ്ലേ ഡിസ്കുകളിലാണുള്ളത് വന്നത്. മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഞാൻ ബഹുമാനിച്ചിരുന്നത് വിശുദ്ധരെയും കവികളെയുമായിരുന്നു. ഈ വിശുദ്ധരും കവികളും വളരെ ആദരിക്കപ്പെടുന്നവരാണെന്ന് എന്തോ ഒരു ബഹുമാനവും ആദരവും കവികൾ എഴുതണം എന്നുള്ളൊരു വിചാരം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചന്ദ്രൻ സാറിൻ്റെ ക്ലാസ്സിലേക്കാണ് ഞാൻ പോകുന്നത് എന്ന് വിചാരിച്ച് വളരെ ആ ദിവസം വരാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു. അങ്ങനെ ക്ലാസ് ടീച്ചറായിട്ടന്ന് അദ്ദേഹം വരികയും ചെയ്തു. 8ാം ക്ലാസ്സിൽ നിന്ന് അദ്ദേഹം ആദ്യം ചെയ്തൊരു കാര്യം, എല്ലാവരും ഒരു 8 വരി കവിത എഴുതിക്കൊണ്ടുവരാൻ പറഞ്ഞു. അവിടെ ഇരുന്നിട്ട് എഴുതാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ആരും മോഷ്ടിക്കൊന്നും ചെയ്തേക്കരുത്, സ്വന്തമായിട്ട് എഴുതാമെന്ന് പറഞ്ഞു. അങ്ങനെ എഴുതി തീർന്നവരുടെ സാറ് കളക്ട് ചെയ്യാണ്. അങ്ങനെ കളക്ട് ചെയ്ത് ഇങ്ങനെ സാറ് വായിച്ച് നോക്കുന്നു, അടുക്കി വെക്കുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പം പുറത്ത് പബ്ലിക് റോഡിലൂടെ ഒരു ആന നടന്നുപോയി. അപ്പം ആനയെ കണ്ട കൗതുകത്തിൽ ഞാനൊക്കെ ഒന്ന് പൊക്കം കുറഞ്ഞ കൂട്ടത്തിലായിരുന്നു. മുൻനിരയിലിരിക്കുകയാണ്. അപ്പം എൻ്റെ മുൻനിരയിരുന്ന എല്ലാവരും എഴുന്നേറ്റു ആനയെ കാണാൻ വേണ്ടി. അപ്പോൾ സാറിങ്ങനെ നിശബ്ദമായിട്ട് നിന്ന് കവിത ഇങ്ങനെ വെച്ചിരിക്കുന്നു. സാറിന് ദേഷ്യം വന്നു. അദ്ദേഹം അന്ന് വടിയൊക്കെ ഉള്ള കാലമല്ലേ, വടിയെടുത്തു, ഒരാളെ അടിച്ചു, കൈ നീട്ടാൻ പറഞ്ഞ് 2ാമത്തെ ആളെ അടിച്ചു. 3ാമത്തെ ആൾ ഞാനാ. നല്ലൊരു കവിത എഴുതിയതുകൊണ്ട് അടിക്കുന്നില്ല. ആ കവിത ഓർക്കുന്നുണ്ടോ? 8ാം ക്ലാസ്സിലെ കവിത കൃത്യം ഓർക്കുന്നില്ല. ഓണത്തെക്കുറിച്ചായിരുന്നു. ശരി. 8ലാണോ അച്ഛൻ ആദ്യമായിട്ട് എഴുതുന്നത്? അന്ന് ഈ സാറ് പറഞ്ഞിട്ടാണോ ആദ്യമായിട്ട് എഴുതുന്നത്? അതെ, കവിത എഴുതുന്നത്. അതെ, കരിങ്കുന്നം ചന്ദ്രൻ സാറ് പറഞ്ഞിട്ടാണ് ആദ്യത്തെ കവിത എഴുതുന്നത് അല്ലേ? ആദ്യത്തെ കവിത എഴുതുന്നത്. മനോഹരമായ, എത്ര മനോഹരമായ എന്തൊരു വലിയ ഈ ശിഷ്യഗണങ്ങളിലെ ആ ഒരു സർഗാത്മകത ഇതുപോലെ തൊട്ടുണർത്താൻ കഴിയുന്ന അധ്യാപകനല്ലേ? അല്ല, ഇന്ന് അത്തരത്തിലുള്ളൊരു അധ്യാപകനെ നമുക്ക് കാണാൻ കിട്ടുന്നുണ്ടോ? സത്യത്തിൽ കുട്ടികളെ എത്രമാത്രം പ്രോത്സാഹിപ്പിക്കുകയും
ആ ഒരു കവിത്വ മനസ്സിങ്ങനെ ഉണർത്തി അപൂർവമാണെങ്കിലും അധ്യാപകരുണ്ട്, ഉണ്ട്. കഴിവ് തിരിച്ചറിഞ്ഞ് സഹായിക്കുന്ന അധ്യാപകരുണ്ട്. അച്ഛൻ അത് കഴിഞ്ഞാൽ അച്ഛൻ്റെ എഴുത്തു വഴികളിലേക്ക് വന്നാൽ ഒന്ന് എഴുത്തുകളിലേക്ക് വളർച്ച. വന്നാൽ പിന്നീട് ഞാൻ എഴുതാൻ തുടങ്ങി. എനിക്ക് എഴുതാൻ പറ്റുമെന്നൊരു തോന്നൽ വന്നു. അങ്ങനെ എഴുതാൻ തുടങ്ങി. അത് കഴിഞ്ഞ് എൻ്റെ ആദ്യത്തെ പാട്ട് എഴുതാൻ തന്നെ, അല്ലെങ്കിൽ ഗാനം എഴുതാൻ തന്നെ കാരണം അതും ഇങ്ങനെയുള്ളൊരു ആകസ്മികതയാണ്. ആദ്യത്തെ പാട്ട് തന്നെ സൂപ്പർ ഹിറ്റ് ആയ ഒരു ഗാനമാണ് അല്ലേ? എന്തായിരുന്നു ആകസ്മികത? ആകസ്മികത എന്ന് പറഞ്ഞാൽ അത് ഗാനരചനയുടെ കുലപതിയായ ആവേലച്ചനുമായിട്ട് ബന്ധപ്പെട്ട. ഓ ശരി. അപ്പോൾ ആവേലച്ചൻ്റെ ഒരു അന്ന് ആവേലച്ചനൊക്കെ ആരാധനാപാത്രമായിട്ട് നിൽക്കുക. കാരണം ഞാനൊക്കെ ഗാനങ്ങളൊക്കെ എഴുതുന്നു, കവിതയൊക്കെ എഴുതുന്നു. അപ്പോൾ ആ രംഗത്തെ ഏറ്റവും അതികായനായിട്ട് നിൽക്കുന്ന ആവേലച്ചനാണ് നമുക്ക് ആദരവാണ്. അപ്പോൾ ഞാൻ ഓർഡിനേഷൻ കഴിഞ്ഞ ആ അവസരത്തിൽ വിൻസെൻഷൻ സഭയുടെ ഒരാഘോഷ വേളയിൽ ഒരു സിനിമ, അതായത് 16mm ഫോർമാറ്റിൽ, അതെ, ഫിലിമിൽ സെല്ലോയിഡുള്ള ഒരു സിനിമ നിർമ്മിക്കുന്നുണ്ടായിരുന്നു. അതിനകത്ത് സഭയുടെ പോപ്പുലർ മിഷൻ തുടങ്ങിയ പ്രവർത്തന മേഖലകളെ ഒന്ന് അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു പാട്ട് വേണമായിരുന്നു. ഈ പാട്ടിന് വേണ്ടിയിട്ട് ആവേലച്ചൻ്റെ അടുത്ത് ഒരു പാട്ട് എഴുതരാവോ എന്ന് ചോദിച്ച് ഞാനും എൻ്റെ സീനിയറായിട്ടുള്ള അച്ഛനും കൂടി ആവേലച്ചൻ്റെ അടുത്ത് ചെന്നു. ഞങ്ങൾ ആവേലച്ചൻ്റെ അടുത്ത് ചെല്ലുന്നു. ആവേലച്ചൻ ഭയങ്കര തിരക്കാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യത്തിനാണ് ഞങ്ങൾ വരുന്നതെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു ഭയങ്കര തിരക്കാണ്, ഒരു 2 ആഴ്ച കഴിഞ്ഞ് വാ എന്ന് പറഞ്ഞ അച്ഛൻ കുറിച്ച് വെച്ചു. 2 ആഴ്ച കഴിഞ്ഞ് ചെന്നപ്പോൾ അച്ഛൻ മറന്നേ പോയി കാര്യങ്ങൾ, മറന്നുപോയി. അപ്പോൾ അന്നേരം അച്ഛൻ ചോദിച്ചു, ഒരു പാട്ട് എഴുതാനായിട്ട് വിൻസെൻഷൻ സഭയിൽ ആരും ഇല്ലേ എന്ന് ചോദിച്ചു. വളരെ പ്രൊവോക്കേറ്റീവായിട്ടുള്ള ചോദ്യമായിരുന്നു. പക്ഷെ അച്ഛൻ അങ്ങനെ പ്രൊവോക്കേറ്റീവായിട്ട് ചോദിച്ചങ്ങനെയല്ല, പക്ഷെ അത് എനിക്കൊരു പ്രചോദനമായി. അച്ഛൻ വളരെ സൗമ്യമായിട്ട്, കാരണം അച്ഛൻ്റെ തിരക്കുകൊണ്ടും വിൻസെൻഷൻ സഭ ഇത്രയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സഭയായിട്ടൊരു പാട്ട് എഴുതാൻ ആരും ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ, അപ്പോൾ എന്നാൽ ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ കൂടെയുള്ള അച്ഛൻ എന്നെ ചേർത്ത് പിടിച്ച് അപ്പം ഞാൻ പറഞ്ഞു ഞാനൊന്ന് എഴുതി നോക്കട്ടെ എന്ന് ചോദിച്ചു. അച്ഛനോട് ചോദിച്ചു. അന്നേരം അച്ഛൻ പറഞ്ഞു നോക്ക്. അപ്പം അങ്ങനെ എഴുതിയതാണ്. വാസ്തവത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയട്ടെ, ഒരു 10-12 മിനിറ്റ് കൊണ്ടാണ് ഞാൻ ആ പാട്ട് എഴുതിയത്. നിത്യത തീർക്കുന്ന നിമിഷങ്ങൾ. എന്ന് പറഞ്ഞാൽ ഓർമ്മയിൽ നിന്ന് പകർത്തുന്നത് പോലെ എഴുതിയ പാട്ട്. ദൈവത്തിൻ്റെ പറഞ്ഞു തന്നതാണ്, തമ്പുരാൻ പറഞ്ഞു തന്ന എഴുതിയ പോലെ, ഓർമ്മയിൽ നിന്ന് പകർത്തുന്ന പോലെ എഴുതിയതാണ്. അങ്ങനെ ആ പാട്ട് എഴുതി കഴിഞ്ഞ് വീണ്ടും ആവേലച്ചൻ്റെ അടുത്ത് തന്നെ ചെന്നു. കാരണം ആവേലച്ചനോടുള്ള ആദരം അത്രയ്ക്കായതുകൊണ്ട് ആവേലച്ചൻ പറഞ്ഞു, ഇതാരെഴുതിയതാണെങ്കിലും അതിനകത്തൊന്നും ചെയ്യാനില്ല, തൊടാനില്ല. അങ്ങനെയാണ് മലയാളത്തിൻ്റെ മഹാഗായകൻ, ഗന്ധർവ ഗായകൻ അത് ആലപിക്കുകയും ചെയ്തു. അതിനൊരു നിമിത്തമുണ്ട്. CAC-യിലാണ് ഈ പാട്ട് ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്തത്. മ്യൂസിക് കൊടുത്താരാ? മ്യൂസിക് കൊടുത്ത ജോബ് ആൻഡ് ജോർജ് എന്ന് പറയുന്ന വലിയ പ്രതിഭകളാണ്, വലിയ സംഗീത പ്രതിഭകൾ. അതെ, വല്യാമ്പൽ കടലിൽ അരയ്ക്ക് വെള്ളമൊക്കെ ചെയ്ത ആളുകളല്ലേ. അപ്പോൾ അവരിത് ചെയ്തു. അന്നത്തെ ഒരു ഗായകൻ അത് പാടി, സാധാ ഗായകൻ, ആരാന്ന് പോലും ഞാൻ ഓർക്കുന്നില്ല. അത് പാടിക്കഴിഞ്ഞ് ആ ഇടയ്ക്കൊക്കെ ദാസേട്ടൻ അതിൽ വരുമായിരുന്നു. ഒരു ദിവസം അവിടെ വന്നപ്പം പുതിയൊരു പാട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇത് കേൾപ്പിച്ചു. മൈക്കിൾ പനക്കൽ എന്ന് പറയുന്ന അദ്ദേഹം ഒരു ഗാനരചയിതാവാണ്. ഞങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാറുണ്ട്. അദ്ദേഹം മൈക്കിൾ പനക്കലാണ്, ഞാൻ മൈക്കിൾ പനച്ചിക്കലാണ്. അങ്ങനെ CAC-യിലാണ് ഇത് റെക്കോർഡ് ചെയ്തത്. CAC-യിൽ ഈ പാട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് ദാസേട്ടൻ അതിൽ വന്നപ്പം മൈക്കിൾ പനക്കലച്ചൻ അദ്ദേഹത്തെ കേൾപ്പിച്ചു, ഞങ്ങളൊരു പുതിയ പാട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ദാസപ്പൻ എന്ന് കേൾക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പം അദ്ദേഹം കേട്ടിട്ട് പറഞ്ഞു, ഇത്ര നല്ലൊരു പാട്ട് ഇങ്ങനെയൊക്കെ പാടിയാൽ മതിയോ എന്ന് ചോദിച്ചു. അപ്പം മൈക്കിളച്ചൻ പറഞ്ഞു, അതിനെന്നാ ദാസന് പാടാമല്ലോ അത്. അങ്ങനെയാണ് അത് യേശുദാസ് സാറ് പാടാനായിട്ട് ഇടയായത്. അച്ഛൻ്റെ ആദ്യത്തെ പാട്ട് അല്ലേ? ആദ്യത്തെ പാട്ട് യേശുദാസനെ പാടി. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി, അവസരം കർത്താവ് ഒരുക്കി തന്നു. അങ്ങനെ ഞാൻ അറിയാതെ ഞാനൊരു പാട്ടുകാരൻ
പാട്ടെഴുത്തുകാരനായി മാറി. മനഃപൂർവ്വം നിത്യത തീർക്കുന്ന നിമിഷങ്ങളെ, സ്വർഗം തുറക്കുന്ന നിമിഷങ്ങളെ, അല്ലേ? മർത്യനും ദൈവവും ഈ ത്യാഗവേദിയിൽ നിത്യം ലയിക്കുന്ന നിമിഷങ്ങളെ. ഇത് വായിച്ചിട്ട് ഒരു താത്വികനായ ഒരാൾ ചോദിച്ചു, നിത്യത തീർക്കുന്ന നിമിഷങ്ങളാണോ നിത്യത തീർക്കുന്നത്, അതോ നിത്യത നിമിഷങ്ങളെ തീർക്കുകയാണോ? ഓ, പക്ഷെ ഈ യാഗവേദിയിൽ ലയിക്കുന്ന നിമിഷം നിത്യമാവുകയാണ്. അതെ അതെ. അതുകൊണ്ട് തന്നെ ആ വരികളിൽ ഒരു ഒരു ഫിലോസോഫിക്കൽ ബെൻഡിങ് അതിനുണ്ട്, അല്ലേ? അതിനകത്താണ് സ്നേഹിച്ചു സ്നേഹിച്ച് ഈ വൈഡൂര്യമാക്കിയ ദൈവപുത്ര. അതൊക്കെ ഞങ്ങൾക്ക് മനപ്പാടമല്ലേ, ഇത് എത്രയോ കാലം ഈ പാട്ടിങ്ങനെ പാടി നടന്നു.